ഒരു കടുവ ഇല്ലാതായാൽ വന്യജീവി ഭീഷണി തീരുമോ, ശാശ്വത പരിഹാരം കാണേണ്ടേ എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചോദ്യം. നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം. മലയോര മേഖലയിൽ വന്യമൃഗശല്യം വ്യാപകമായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക വിങ്ങിനെ തീരുമാനിച്ചുകൊണ്ട്, ജില്ലയിൽ തന്നെ പ്രത്യേക വിങ്ങിനെ തീരുമാനിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായി ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത്. ജനങ്ങൾ വലിയ പരിഭ്രാന്തിയിലാണ്. നമ്മുടെ എല്ലാ പ്രദേശത്തും കാട്ടാനയും അതുപോലെ തന്നെ കരടിയും മറ്റുള്ള എല്ലാ മൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് കൃത്യമായി ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഓരോ വിങ്ങിനെ തീരുമാനിച്ചുകൊണ്ട് ഒരു ജില്ലയിൽ മിനിമം ഒരു 100 ആളുകളെങ്കിലും ആ വിങ്ങ് തീരുമാനിച്ചുകൊണ്ട് കൃത്യമായി ഇടപെടുന്ന സ്ഥിതി ഉണ്ടായെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയൂ. കടുവയെ പിടിച്ചുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. നാട്ടിലെ കടുവയും ആനയും ഒരുപാട് പ്രശ്നങ്ങൾ, വന്യജീവികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സർക്കാർ നല്ല ഒരു ഇതുണ്ടാക്കിയാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം തീർക്കണം. മലയോര മേഖലകളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ പ്രയാസമുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. ഇവിടെ മാത്രമല്ല, എല്ലാ മേഖലകളിലും. ഇപ്പോൾ ഞങ്ങളവിടെ തന്നെ കോളനിയിൽ കൂടി വെച്ചിരിക്കുകയാണ് ഈ ഇതിന് വേണ്ടിയിട്ട്, കരടിക്ക് വേണ്ടിയിട്ട് കൂടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയാണ് പാർക്കപ്പാടത്ത് പുലിയുടെ അതുപോലുള്ള ഒരു ജീവിയെ കാണാൻ സാധിച്ചത്. അതുപോലുള്ള കേരളത്തിലെ മൊത്തം ഈ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹത്തിലാണ്. ഇത് പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാണെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രദേശത്ത് മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലയിലും വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടുണ്ട്. നമ്മളെ പ്രദേശത്തുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. വയനാട്ടിലൊരു കടുവയുമായി ബന്ധപ്പെട്ട് അതിനെ കുറിച്ചുകൊണ്ട് മാത്രമായില്ല ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ വേണം. ജനങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. ജനങ്ങൾക്ക് നാട്ടിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു അരിക്കൊമ്പനെ നാട് കടത്തിയതുകൊണ്ടോ തീരുന്ന വിഷയമല്ല കേരളത്തിലെ വന്യമൃഗ ആക്രമണങ്ങളും അതുകൊണ്ടുള്ള ഭീഷണിയും. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു വിഷയമാണ് നേരം വെളുത്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കൃഷിയിടങ്ങളിൽ കൃഷിക്ക് വേണ്ടി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആകെ ആശങ്കയിലും ഭീതിയിലും കഴിയുന്ന കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ജീവന് സംരക്ഷണം കൊടുക്കാൻ, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, കൃഷിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി ഈ പിണറായി സർക്കാർ അടപ്പെടുത്തിയിരിക്കുന്നു. വന്യമൃഗ ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം എന്താ എന്ന ചോദ്യം ഉയരുന്നത് തന്നെ വേദനാജനകമാണ്. എന്തെല്ലാം മാർഗങ്ങളാണ് ഉള്ളത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം അവരുടെ കടമയും ഉത്തരവാദിത്വവും ഒക്കെ മറക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മലയോര മേഖലയിൽ അല്ലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. നിരവധിയായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പല അനുഭവങ്ങളുണ്ടായിട്ടും ഇതിനൊരു പരിഹാരം കാണുവാൻ ഇവർ തയ്യാറാവാത്തതിൻ്റെ പിറകിലെ ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഒന്നേ ഉള്ളൂ: നിയന്ത്രിതമായ അളവിൽ വന്യമൃഗങ്ങളുടെ വംശവർദ്ധനവിനെ നിലനിർത്തുക എന്നുള്ളതാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മലയോര ജനതയുടെ ജീവിതം ഇന്ന് ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആനയുടെയും കടുവയുടെയും പുലിയുടെയും കാട്ടുപോത്തിൻ്റെയും പന്നിയുടെയും ആക്രമണം മൂലം ജനങ്ങൾക്കിന്ന് ജീവിക്കുവാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു അരിക്കൊമ്പനെ നാട് കടത്തിയതുകൊണ്ടോ ഒരു കടുവയെ വെടിവെച്ച് കൊന്നതുകൊണ്ടോ ഒന്നും ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരമാകുന്നില്ല. മറിച്ച് ശക്തമായ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലെ പോലെ പെരുകി വരുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുവാൻ
ഉള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ജോസ് മുത്തനാട്, കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി.